ഡോക്ടർ എസ് ലാൽ, കെ ശൈലജ ഈ CAG-യുടെ റിപ്പോർട്ടിന് കൃത്യമായിട്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ സാഹചര്യം അതായിരുന്നു, അതുകൊണ്ട് PPE കിറ്റ് വാങ്ങേണ്ടി വന്നു. അതിൽ എങ്ങനെയാണ് പ്രതിപക്ഷം അഴിമതി ആരോപിക്കുന്നത്? ഇപ്പോൾ ടീച്ചറിന്റെ മറുപടി തന്നെ കേൾക്കുമ്പോൾ അറിയാം, ടീച്ചർ ഒഴിഞ്ഞു മാറുകയാണ്. കുറഞ്ഞ വിലയ്ക്ക് ഒരു കമ്പനി തരാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വാങ്ങിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉത്തരമില്ലത്. നമുക്കിതിപ്പോൾ പ്രതിപക്ഷ ഭരണകക്ഷി എന്നുള്ളതിൻ്റെ അല്ല. ഇപ്പോൾ CPM-ലൊക്കെ ഉണ്ടായിരുന്നവർ പോലും പലരും ഇത് വിശ്വസിച്ചിരുന്നു, പാർട്ടി പറയുന്നതുകൊണ്ട് വിശ്വസിച്ചിരുന്നു. പക്ഷെ അവർക്കും ഇപ്പൊ കാര്യം അറിയാം. ഇപ്പോൾ വസ്തുക്കൾക്ക് നേരെ കണ്ണടയ്ക്കുന്നവരും യാഥാർത്ഥ്യം അറിഞ്ഞാലും അത് അംഗീകരിക്കാതിരിക്കുന്നവർക്ക് മാത്രമേ ഇപ്പൊ പ്രശ്നമുള്ളൂ. നമ്മള് രണ്ട് കാര്യമാണ്. ഒന്ന്, 300% അധിക വിലയ്ക്കാണ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ 3 ഇരട്ടി വിലയ്ക്കാണ് വാങ്ങിച്ചത്. ഒരു കമ്പനി 550 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അത് വാങ്ങിച്ചില്ല എന്നുള്ളതിന് ഉത്തരം വരുന്നില്ല. ഇപ്പൊ ഇടയ്ക്ക് അതൊരു ചർച്ചയിൽ ഒരു CPM നേതാവ് പറയുന്നത് കേട്ടു, അത് അതിന്റെ നിലവാരം കുറവായിരിക്കും. നിലവാരം കുറവായിരിക്കുമെന്ന് ആര് പറഞ്ഞു? അതിനുള്ള സംവിധാനം ആരോഗ്യവകുപ്പിലുണ്ടോ? ഒരു മാസ്ക് 550, ഗവൺമെന്റ് പറഞ്ഞേക്കാൻ 545 രൂപയാണ്. അതിനടുത്ത് വിലയ്ക്ക് വന്നൊരു കമ്പനിയുടെ PPE കിറ്റ് അത് നിലവാരം കുറവാണെന്ന് എങ്ങനെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്? അങ്ങനെയാണെങ്കിൽ 1500 രൂപയ്ക്ക് കിട്ടുന്ന സാധനത്തിന് നിലവാരം കൂടുതലാണെന്ന് എങ്ങനെയാണ് കാണാൻ പറ്റിയത്? സമയക്കുറവ് കൊണ്ടാണെങ്കിൽ രണ്ടിനും ഇതേ പ്രശ്നം വരില്ലേ? നിലവാരം കൂടുതലുണ്ടോന്ന് എങ്ങനെ കണ്ടുപിടിച്ചു? സമയം കുറവല്ലേ? അപ്പൊ അതിനകത്ത് അഴിമതി ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിനകത്ത് ശൈലജ ടീച്ചർ അഴിമതി നടത്തിയെന്നോ ആരഴിമതി നടത്തിയെന്നോ നമുക്ക് അതിനകത്ത് പറ്റി അറിയില്ല. പക്ഷേ ഇത്തരം പർച്ചേസുകളിൽ കാലാകാലങ്ങളായിട്ട് അഴിമതി നടക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പർച്ചേസ് ആരോഗ്യവകുപ്പിന്റെ ഇത്തരം KMRCL ഇതുപോലത്തെ പ്രസ്ഥാനങ്ങളിലൂടെയും ഒക്കെ പർച്ചേസ് നടക്കുമ്പോൾ പോലും ഇതിനകത്ത്, ഞാൻ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് 40 വർഷം കഴിഞ്ഞ ആളാണ്. 83-ൽ മെഡിക്കൽ കോളേജ് ചേർന്ന ആളാണ്. അപ്പം ഇത്രയും വർഷത്തെ എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ആരൊക്കെ ശ്രമിച്ചാൽ ഇതിനകത്ത് ചില ലോബികളും പിന്നെ ഈ രാഷ്ട്രീയക്കാരുടെ ബന്ധുക്കളും മക്കളും ഒക്കെ ചേർന്നിട്ടാണ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കിട്ടിയ തക്കത്തിന് അഴിമതി നടന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ ഞാൻ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ പോലും പ്രവർത്തിച്ചിട്ട ഒരാളാണ്. ഏറ്റവും പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളിലൊക്കെ ജീവിച്ചിട്ടുണ്ട്. അഴിമതിയുള്ള രാജ്യങ്ങളിലൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇത്ര ഒരു കടുംപെട്ട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ചെറിയ ഉദ്യോഗസ്ഥരെ ചെറിയ അഴിമതി കടന്നു പിടിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ഒരു സർക്കാർ ഇടപെട്ട് മന്ത്രിയൊക്കെ ഉൾപ്പെടുന്ന ഒരു അല്ലെങ്കിൽ അറിയുന്ന ഒരു കാര്യത്തിൽ ഇത്രയും വലിയൊരു അഴിമതി നടന്നത്, ഇതൊരു നമ്മൾ പറയില്ലേ, ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ്. ഇത് മാത്രമല്ല, ഇതുപോലെ പലതും ഉണ്ടാവും. ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് അഴിമതികൾ നടന്നു എന്നുള്ളത് പലർക്കും അറിയാം. ഞങ്ങൾക്ക് അന്നേ സംശയമില്ലായിരുന്നു. നമ്മൾ പറയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയമായിട്ട് ആക്ഷേപിക്കപ്പെടുകയാണ്. നമ്മൾ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുമ്പോൾ പോലും അവരുടെ രാഷ്ട്രീയ ബന്ധമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ സംഗതി തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, അതിനകത്ത് ചെറിയ കള്ളക്കളികളും ഉണ്ടായിട്ടുണ്ട്. അതും CAG എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് 40,000 പീസിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് ആണ് കൊടുത്തത്, 29% എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. അതും എടുത്ത് പറഞ്ഞിട്ട് അങ്ങനെയല്ല, 15,000-ന്റെ മുഴുവൻ പൈസയാണ് കൊടുത്തത്. അപ്പൊ മുഴുവൻ പൈസയും അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ PPE കിറ്റ് ലോകത്തൊരിക്കലും ഉത്പാദിപ്പിക്കാൻ പറ്റാത്തൊരു വാക്സിൻ പോലത്തെ സാധനമൊന്നുമല്ല PPE കിറ്റ്. നമ്മൾ താല്പര്യം എടുത്തിരുന്നെങ്കിൽ നമുക്ക് തന്നെ സർക്കാർ മേഖലയിലോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയൊക്കെ കൊണ്ട് ഉത്പാദിപ്പിക്കാവുന്നതുമായിരുന്നു. അത് പോട്ടെ, മനുഷ്യർക്ക് അത്യാവശ്യം ഒരു ജീവൻ രക്ഷാ ഉപാധി തന്നെയായിരുന്നു. ഒരുപാട് പേർ കോവിഡ് പകരുമ്പോൾ കൂടുതൽ പകരാതിരിക്കാനും ആരോഗ്യ പ്രവർത്തകർക്കും ചിലപ്പോൾ രോഗിയുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ PPE കിറ്റ് വേണമായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒരു ന്യായീകരണവും പറയാൻ പറ്റാത്ത രീതിയിൽ ഇതിനകത്ത് അഴിമതി നടന്നത് ഒരു ആസൂത്രിതമായ അഴിമതിയാണ്. അതുകൊണ്ടാണ് ശൈലജ ടീച്ചറും തപ്പിപ്പോകുന്നത് ചോദ്യം ചോദിക്കുമ്പോൾ.